ഇന്ത്യ കപ്പ് ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തേത് ഒരു മറക്കാൻ കഴിയാത്ത ദിവസം തന്നെയാണ്. ഇന്ത്യ ഇതാ ചരിത്ര ജയം, ഒരു പുതുചരിത്രം പിറന്നിരിക്കുന്നു. ഇത്രയും വർഷത്തെ ക്രിക്കറ്റിൽ അവഗണനകളടക്കം നേരിട്ട വനിതാ ക്രിക്കറ്റിൽ ഇതാ ഒരു പുതുചരിത്രം പിറന്നിരിക്കുന്നു. ഇന്ത്യ ആദ്യമായി ഏകദിന വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതകൾ ചാമ്പ്യന്മാരായിരിക്കുന്നു. 2005-ലും 2017-ലും ഫൈനലിൽ നഷ്ടപ്പെട്ട കിരീടം, കയ്യകനെ നഷ്ടപ്പെട്ട കിരീടം ഇക്കുറി ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിക്കൊണ്ട് ഇന്ത്യ സ്വന്തമാക്കുകയാണ്. 52 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ഈ ടൂർണമെന്റിലുടനീളം വലിയ പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെയാണ് ടീം ഇന്ത്യ കളത്തിലിറങ്ങിയത്. പക്ഷേ പ്രത്യേകിച്ച് സെമി ഫൈനലിലെ വിജയം അത് ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കരുത്തിൽ കൂടിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത്. ഫൈനലിൽ മികച്ച പ്രകടനം തന്നെ, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സമ്പൂർണ്ണമായൊരു ആധിപത്യം എന്ന ഒരു ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക പൊരുതാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും ഏറെക്കുറെ ഏകപക്ഷീയമായ രീതിയിൽ തന്നെ ഇന്ത്യക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. എന്തായാലും 52 റൺസിൻ്റെ ഈ ജയം അത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2011-ൽ ധോണിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഏറ്റവും ഒടുവിലായ ഒരു ലോക കിരീടം ഏകദിന ക്രിക്കറ്റിൽ കൊണ്ടുവന്നത്. അതിനുശേഷം ഇതാ വനിതകൾ കൂടി ഒരു കിരീടം ഇന്ത്യക്ക് സമ്മാനിക്കുകയാണ്.